ഗെയിമിംഗ് 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈവ് വരുമ്പോൾ ഒരു 12K to 13K കണ്ടിന്യൂസ് വാച്ചിങ്. അത് 12,000 to 13,000 ആൾക്കാർ ഒരേ സമയം വാച്ച് ചെയ്യുന്നതാണ്. അല്ല നീ മറ്റേ പ്രാങ്ക് തൊലിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ഒന്ന് കാണുന്നതല്ല, ലൈവായിട്ട് കാണുന്ന ആൾക്കാരുള്ളൊരു പുള്ളിയാണ്. ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പുള്ളിയാണത്. ഇന്നെ കണക്ക് മറ്റേ എയർപോർട്ട് ചെവിയിൽ തിരുവി പെണ്ണുങ്ങളെ മുമ്പ് പോയിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് മറ്റേ തൊലിക്കുന്ന പരിപാടിയല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞുതരാം, നിനക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ സ്ട്രീമിങ്ങിന്റെ കോപ്പ് ഇതാണ്, പുള്ളി എത്ര വലിയ സംഭവമാണ് എന്നൊന്നും നിനക്ക് അറിഞ്ഞൂടാന്ന് നീ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. അങ്ങേരൊരു 4 മണിക്കൂർ ലൈവ് ഇട്ട് തന്നെ അതിൽ നിന്ന് 40 കണ്ടന്റ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഈ ട്രോൾ ഉണ്ടാക്കുന്നവർക്കും മീം പേജുകൾക്കും ഒക്കെ കിട്ടും. 4 മണിക്കൂർ ലൈവിൽ നിന്ന് മിനിമം ഒരു 40 കണ്ടന്റെങ്കിലും അങ്ങേരെ ഇതിൽ നിന്ന് കിട്ടും. അങ്ങേരെ അതിനായിരിക്കും കോപ്പിറൈറ്റും കൊടുക്കാൻ പോണില്ല, കൊടുക്കാറില്ല, ഒന്നും ചെയ്യാറുമില്ല. അങ്ങേരെ ആ സ്ട്രീമിങ്ങിന്റെ കേസ് നോക്കി പോകണം. അതായത് നീയൊക്കെ ഈ 2 ദിവസം മുമ്പ് വന്ന് കസേര ഇടുന്നതിന് 8 വർഷം മുമ്പ് അങ്ങേര് തുടങ്ങിയതാണ്. അതാണ് ഈഗിൾ ഗെയിമിങ്. അതൊരു ബ്രാൻഡ് കണക്കായടെ സാധനം. അല്ലാതെ നിനക്ക് അറിഞ്ഞുകൂടാൻ അറിയാതെ നീ പണഞ്ഞെങ്കിൽ പിന്നെ കൂടുതൽ നീ ചിലക്കണ്ട. നീ പണഞ്ഞ് അപ്പൊ പിന്നെ വായിരിക്കണ കേട്ട് പിന്നെ വീണ്ടും വന്ന് നീ എന്തിനാണ് ഈ തൊലിക്കുന്നത്? പറഞ്ഞ തന്നെ. നീ പതിയെ പറഞ്ഞാലും എല്ലാവരുടെ കഷത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞാലും നീ പറഞ്ഞത് തന്നെടേ. കരിമ്പൂറ പോലത്തെ കണ്ണാടി പൂറിയും അവന്റെ ഒരു ഗ്ലാസും വെറ്റിലെ പൂറ അങ്ങനെ കണ്ണാടി വെച്ചാണോ നിന്റെ പ്രശ്നം? നീ വാങ്ങിച്ചു പോയി ഒരു തോടാ കുപ്പി കണ്ണാടി വെച്ചാൽ കരിമഷി അറിയത്തില്ല. കരിമഷി കണ്ണാലെന്നെ വിളിച്ചെന്തിന് നീ ജമീല. കരിമഷി വെച്ചാ അല്ല സോറി കണ്ണാടി വെച്ചാൽ കരിമഷി ഇട്ടേക്കണ അറിയത്തില്ലേ? അവന്തേല് മുറുക്കാനും ചവച്ചിട്ടിരിക്കുന്നവൻ. ഇവൻ മുറുക്കാൻ ചവച്ചിട്ടിരിക്കുന്നതാണ്. ആ സൈഡിൽ ഇരിക്കണ എക്സ്പ്രഷൻ നോക്കിയാണ്. യവനാ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? എവിടെയായിരുന്നു? അവിടെ തന്നെ. അത് തന്നെ സംഭവം. ഇത് തന്നെ ഈഗിൾ ഗെയിമിംഗ് പണ്ട് OP ആയിരുന്നു, ഇപ്പോൾ OP ആണെന്ന് പറഞ്ഞൂടാ. ഈഗിൾ ഗെയിമിംഗ് നേരത്തെ പറഞ്ഞായിരുന്നു.